നമസ്കാരം. ഇന്ന് നമ്മൾ ഡയഗണലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡയഗണലൈസേഷൻ എന്ന് പറയുന്ന ലീനിയർ ഓൾജിബ്രയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ആദ്യം ഒന്ന് രണ്ട് ഡെഫിനേഷൻസ് കാണാം. അതിനകത്ത് ഫസ്റ്റ് വൺ സിമിലർ മെട്രിസസ് പറയുന്നതാണ്. സിമിലർ മെട്രിസസ്. ഓക്കെ, അപ്പോൾ let A and B be two square matrices. രണ്ടും മെട്രിസസ് ഓഫ് ഓർഡർ n ആണെന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ടും n ഓർഡർ ഉള്ള രണ്ട് മെട്രിക്സുകളാണ്. ഓക്കെ, A and B are said to be similar if there exists a non-singular matrix P such that A is equal to P B P inverse. അതായത് എയും ബിയും രണ്ട് മെട്രിക്സുകൾ സിമിലർ ആണ് എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്. നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റണം. എ ഇസ് ഈക്വൽ ടു പി ബി പി ഇൻവേഴ്സ് എഴുതാൻ പറ്റണം. ഓക്കെ, അത് രണ്ടിടത്തും പറയാറുണ്ട്. പി കാരണം ഈ പി എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആയതുകൊണ്ട് ഒന്നുകിൽ പി ബി പി ഇൻവേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ പി ഇൻവേഴ്സ് ബി പി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്നത് ഏതോ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ്. അപ്പോൾ ഇത് ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ടാണ് നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് മെട്രിക്സിൽ ഇങ്ങനെ എഴുതാൻ പറ്റിയാൽ നമ്മൾ പറയും എയും ബിയും എന്താണ്, സിമിലർ മെട്രിക്സുകളാണെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ എന്തിനാണ് രണ്ട് മെട്രിക്സുകൾ സിമിലർ ആണ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ചില പ്രത്യേകതകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് കാരണമാണ് നമ്മൾ ഈ സിമിലാരിറ്റിയുടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ഇതാണ്. സിമിലർ matrices have same eigenvalues. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എയും ബിയും സിമിലർ ആണെങ്കിൽ എയുടെയും ബിയുടെയും ഐഗൺ വാല്യൂസ് സെയിം ആയിരിക്കും. സെയിം റാങ്ക്, ഒരേ റാങ്ക് ആയിരിക്കും രണ്ടിനും ഉണ്ടാവുക. ആൻഡ് സെയിം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ്. അപ്പോൾ ഒരു മെട്രിക്സ്, രണ്ട് മെട്രിക്സുകൾ സിമിലർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഐഗൺ വാല്യൂസ് സെയിം ആയിരിക്കും, അതിൻ്റെ റാങ്ക് സെയിം ആയിരിക്കും, അതുപോലെ രണ്ടിനും എന്തായിരിക്കും, ഒരേ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെട്രിക്സുകൾ, ഇപ്പോൾ എ എന്ന് പറയുന്നത് വളരെ, അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെട്രിക്സ് ആണെന്ന് വിചാരിക്കും. ഞാൻ ഡയഗണലൈസേഷൻ വളരെ ഐഡിയയിലേക്ക് വരാം. അപ്പോൾ ബി എന്ന് പറയുന്നത് വളരെ വലിയ, ഇപ്പോൾ ഒരു 10x10 അല്ലെങ്കിൽ 100x100 മെട്രിക്സ് ഒക്കെ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ റാങ്ക്, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിക്കൊള്ളുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സുമായിട്ട്, ഇപ്പോൾ ഈ എ എന്ന് പറയുന്ന ഒരു ഡയഗണൽ മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ ഗുണം എന്താണ്, ഡയഗണൽ എൻട്രീസ് മാത്രമേ ഉള്ളൂ, റൈറ്റ്? ബാക്കി എൻട്രീസ് ഒക്കെ 0 ആണ്. നോൺ സീറോ എലമെന്റ്സ് എന്ന് പറയുന്നത് ഡയഗണൽ എൻട്രീസ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ 0 ആണ്. ആ മെട്രിക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ റാങ്ക് എന്താണെന്നും അതിന്റെ ഐഗൺ വാല്യൂസ് എന്താണെന്നും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഒക്കെ എന്താണെന്നും വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തന്നിരിക്കുന്ന മെട്രിക്സ് ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സുമായിട്ട് സിമിലർ ആണോ എന്ന് നമ്മൾ നോക്കും. അങ്ങനെയാണെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയഗണൽ മെട്രിക്സ്, ഈ ബിയുമായിട്ട് സിമിലർ ആകുന്ന ഈ ഡയഗണൽ മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ് നോക്കിയിട്ട് ബിയുടെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ വി ആർ ഗോയിങ് ടു ചെക്ക് വെദർ ദാറ്റ് മെട്രിക്സ് ഇസ് സിമിലർ ടു എ ഡയഗണൽ മെട്രിക്സ്. ഇത് ഏതെങ്കിലും രണ്ട് മെട്രിക്സുകൾ സിമിലർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയഗണലൈസേഷനിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഡയഗണലൈസേഷനിൽ പറയുന്ന ഇതാണ്. ഡയഗണലൈസേഷൻ അപ്പോൾ ഐഡിയ ഇതാണ്.
a square matrix of order n, a square matrix of order n is said to be diagonalizable. Okay, of order n is said to be diagonalizable if A is similar to a diagonal matrix D. Okay, that is D is equal to P inverse AP. ഇങ്ങനെ എഴുതാൻ പറ്റണം. ഓക്കെ, അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ പി ഇൻവേഴ്സ്, അങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ടാവും, ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റിയാൽ, അപ്പോൾ എ എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന മെട്രിക്സുമായിട്ട്, ഇതാണല്ലോ സിമിലർ മെട്രിക്സിന്റെ ഡെഫിനിഷൻ അല്ലെ. അപ്പൊ എ എന്ന് പറയുന്നത് ഈ ഡി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മെട്രിക്സ് അല്ല, ഇത് ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സുമാണ്, സിമിലർ ആണ് എന്ന്, അങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റിയാൽ നമ്മൾ പറയും ആ സ്ക്വയർ മെട്രിക്സ് എന്താണ്, ഡയഗണലൈസബിൾ ആണ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഇതാണ് ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഇഫ് യു വാണ്ട് ടു, ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയാം. ഒരു ആപ്ലിക്കേഷൻ, ഓക്കെ, ജസ്റ്റ് വൺ ആപ്ലിക്കേഷൻ. ഇതിന് വളരെയധികം ആപ്ലിക്കേഷൻ ഉള്ള പ്രോബ്ലം ആണ്, ബട്ട് ഐ എം ടെല്ലിങ് ഓൺലി വൺ ആപ്ലിക്കേഷൻ. അതും പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന രീതിയിലാണ് ഞാനിവിടെ പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എ ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ തിരിച്ച് ഇങ്ങനെ എഴുതാം, പി ഡി പി ഇൻവേഴ്സ്. ഓക്കെ, ഇത് രണ്ടും ശരിയാണ് കേട്ടോ, കാരണം ഇതിനെ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം രണ്ട് സൈഡ്, അപ്പോൾ ഇവിടെ പി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ എന്ന് കിട്ടിക്കോളും. അപ്പോൾ എ ഈസ് ഈക്വൽ ടു പി ഡി പി ഇൻവേഴ്സ് എന്നും പറയാം, അല്ലെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി എന്നും പറയാം, രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റിയാൽ, എ ഈസ് ഈക്വൽ ടു പി ഡി പി ഇൻവേഴ്സ് എന്ന് എഴുതാൻ പറ്റിയാൽ, ദെൻ നമുക്ക് ഇതിൻ്റെ ഏത് പവർ വേണമെങ്കിലും കണ്ടുപിടിക്കാം. എ ടു ദി പവർ കെ കണ്ടുപിടിക്കാൻ ഇത് കണ്ടുപിടിച്ചാൽ മതി, പി ഡി ടു ദി പവർ കെ പി ഇൻവേഴ്സ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഈ പവർ കാണാൻ എ ടു ദി പവർ കെ കാണാൻ പി ഡി ടു ദ പവർ കെ പി ഇൻവേഴ്സ് എഴുതിയാൽ മതി. ഈ ഡി, അതായത് നിങ്ങൾക്കറിയാലോ മെട്രിക്സിന്റെ പവറുകൾ എ സ്ക്വയർ ഒക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പക്ഷേ ഒരു ഡയഗണൽ മെട്രിക്സിന്റെ പവർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡി എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണെന്ന് വിചാരിക്കാം, എ ബി എക്സെട്ര സം കെ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു, ബാക്കിയുള്ള എൻട്രീസ് എല്ലാം 0 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡി ടു ദി പവർ കെ ഇസ് ഈക്വൽ ടു എങ്ങനെ വരിക, ഈ ഡയഗണൽ എൻട്രീസിന്റെ പവർ മാത്രം എടുത്താൽ മതി, നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഡയഗണൽ എൻട്രീസിന്റെ പവർ കാണാൻ വളരെ എളുപ്പമാണ്, ഇതിന് നേരെ ഡയഗണൽ എൻട്രീസിന്റെ പവർ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഡി ടു ദി പവർ കെ കിട്ടും, എന്നിട്ട് അതിനെ പി ഇൻവേഴ്സ് കൊണ്ട് പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ എന്ത് കിട്ടിക്കോളും, എ ടു ദി പവർ കെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, വീണ്ടും അതിനെ വീണ്ടും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അങ്ങനെ കെ ടൈംസ് എ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എ ടു ദി പവർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ കെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻസ് വരും. ഇവിടെ നമുക്ക് എത്ര മൾട്ടിപ്ലിക്കേഷൻസ് വരിക, ആകെ 2 മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനേ വരുള്ളൂ, ഒന്ന് ഡി ടു ദി പവർ കെ ടൈംസ് പി ഇൻവേഴ്സും, ആ കിട്ടുന്ന ആൻസറിന് പി കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 2 മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ വരുള്ളൂ, ഇവിടെ നമുക്ക് കെ -1 മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻസ് വരും. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടേഷൻ വൈസ് this is one of the applications of diagonalization. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഇതാണ്, നമ്മുടെ മുമ്പിലുള്ള ക്വസ്റ്റൻ എന്താണ്, ഇത് ഹൗ ദിസ് ക്യാൻ ബി ഡൺ അല്ലെ, എങ്ങനെ നമുക്കൊരു മെട്രിക്സിനെ ഡയഗണലൈസബിൾ ആക്കാൻ പറ്റും, ഇത് ഇങ്ങനെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും, എല്ലാ മെട്രിക്സും ഡയഗണലൈസബിൾ ആണോ, ഏതൊക്കെ മെട്രിക്സിലാണ് ഡയഗണലൈസബിൾ ആവുക. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്, അല്ലെ എങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്ത് എഴുതാൻ പറ്റുക, ഹൗ ടു ഫൈൻഡ് ദിസ് ഡി ആൻഡ് ഹൗ ടു ഫൈൻഡ് ദിസ് പി. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള അടുത്ത ക്വസ്റ്റൻ പറയുന്നത്. അതാണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ മെത്തേഡ് നോക്കാം, എങ്ങനെയാണ് നമ്മൾ ഡയഗണലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു മെട്രിക്സ് വേണം. സാധാരണഗതിയിൽ എക്സാമിനൊക്കെ ചോദിക്കാറുള്ളത് 3x3 മെട്രിക്സുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പറയുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, ഡയഗണലൈസ് A is equal to 2 1 1 1 3 2 -1 1 2.
ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഇത് നമുക്ക് ഡയഗണലൈസ് ചെയ്യണമെന്ന് വിചാരിക്കും ഈ പ്രോബ്ലത്തിന്. അപ്പോൾ ഡയഗണലൈസ് ചെയ്യാൻ ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. സ്റ്റെപ്പ് 1, ഫൈൻഡ് ദി ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 1-ൽ നമ്മൾ ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടേഴ്സും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോബ്ലം ഓൾറെഡി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോസിനകത്ത് നമ്മൾ ചെയ്ത പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഐഗൺ വാല്യൂസ് ഐഗൺ വെക്ടർ ഞാൻ സെപ്പറേറ്റ് ഒരിക്കൽ കൂടി കണ്ടുപിടിക്കുന്നില്ല, പകരം ഞാൻ ആ വാല്യൂസ് ഇവിടെ എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഐഗൺ വാല്യൂസ്, അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ഐഗൺ വാല്യൂസ് നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ഐഗൺ വാല്യൂസ് ഇവിടെ നമുക്ക് 3 ഐഗൺ വാല്യൂസാണ് കിട്ടിയിരുന്നത് ഈ പ്രോബ്ലത്തിൽ. 1, 2 ആൻഡ് 4 ഇങ്ങനെ 3 ഐഗൺ വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഐഗൺ വെക്ടർ ബേസിസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഐഗൺ വെക്ടർ ബേസിസ് ആണ് നമുക്ക് വേണ്ടത്. അതിനാണ് നമ്മൾ x1 എന്നൊക്കെ രീതിയിൽ ഓരോന്ന് പേര് വിളിച്ചിരുന്നത്. അപ്പോൾ x1 എന്ന് പറയുന്നത് x1 is 0, -1, 1 ആയിരുന്നു. ഓക്കെ, ആൻഡ് x2 എന്ന് പറയുന്നത് രണ്ടാമത്തെ 2-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ 1, 1, -1 ആയിരുന്നു. ആൻഡ് 4-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കോൾ ദാറ്റ് ആസ് x3 എന്ന് പറയുന്നത് 3, 5, 1 ആയിരുന്നു. അപ്പോൾ ഇത് 3 നമ്മുടെ ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടേഴ്സും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയഗണലൈസ് ചെയ്യണം, ഈ പ്രോബ്ലത്തിൽ ഡയഗണലൈസ് ചെയ്യാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് നമ്മുടെ ഫോർമുല ഇതാണ്. ആക്ച്വലി വി നീഡ് ടു റൈറ്റ് P ഇൻവേഴ്സ് AP is equal to D. ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇതാണ് ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ P എന്ന് പറയുന്ന മെട്രിക്സും കണ്ടുപിടിക്കണം, D എന്ന് പറഞ്ഞ മെട്രിക്സും കണ്ടുപിടിക്കണം. അപ്പോൾ സ്റ്റെപ്പ് 2, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുക D എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, D എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ D എന്ന് പറയുന്ന, അതായത് ഫൈൻഡ് D ആൻഡ് P, ഈ രണ്ട് മെട്രിക്സും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, D എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് ഡയഗണൽ മെട്രിക്സ് ആണെന്നാണല്ലോ നമ്മൾ പറയാം, അല്ലേ? ഇത് ഡയഗണൽ മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽ എൻട്രീസ് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. നമ്മളിപ്പോൾ ഒരു 3x3 മെട്രിക്സ് ആണ് എടുത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽ എൻട്രീസ് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽ എൻട്രീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയ ഐഗൺ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് 1, 2 ആൻഡ് 4 ആണ്. ബാക്കി എല്ലാ പൊസിഷനിലും നമുക്ക് 0 എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ D എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക? Look at this. These are the eigen values. 1, 2, 4 are the eigen values. അപ്പോൾ ഐഗൺ വാല്യൂസ് ഡയഗണൽ എൻട്രീസ് ആയിട്ട് വരുന്ന ഒരു മെട്രിക്സ്, അതാണ് D എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കേണ്ടത്, നമുക്ക് 3x3 മെട്രിക്സ് ആണല്ലോ നമുക്ക് കിട്ടിയിരിക്കുക. നമുക്ക് P എന്ന് പറയുന്ന മെട്രിക്സ് എഴുതണം. റൈറ്റ്, P എന്ന് പറയുന്ന മെട്രിക്സിന്റെ പ്രത്യേകത, P എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എഴുതുന്നത് വളരെ സിമ്പിളാണ്. അതായത് നമുക്കിവിടെ എത്ര വെക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക, ഐഗൺ വെക്ടർ ബേസിസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. നമുക്കിവിടെ 3 എണ്ണമാണ് കിട്ടിയിരിക്കുക, ശരിയല്ലേ? 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. റൈറ്റ്, 3x3 മെട്രിക്സിന് 3 ഐഗൺ വെക്ടർ നിർബന്ധമായിട്ടും വേണം. ഓക്കെ, ഈ ഐഗൺ വെക്ടർ ബേസിസ് 3 എണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ. ഡയഗണലൈസിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അതാണ്, 3 എണ്ണം എന്തായാലും വേണം. അപ്പോൾ ഇവിടെ നമുക്ക് 3 എണ്ണം ഉണ്ട്, x1, x2, x3 ആണ്. റൈറ്റ്, അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ഫസ്റ്റ് എഴുതിയ ഐഗൺ വാല്യൂ ഏതാണോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐഗൺ വാല്യൂ 1 എന്ന് പറയുന്ന ഐഗൺ വാല്യൂ. അപ്പോൾ 1 എന്ന് പറയുന്ന ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയത് x1 എന്ന് പറയുന്ന ഐഗൺ വെക്ടർ ബേസിസ് ആണ്. അതിനെ ഫസ്റ്റ് കോളമായിട്ട് എഴുതണം x1. ആൻഡ് രണ്ടാമത് നമ്മൾ എഴുതിയിരിക്കുന്ന ഐഗൺ വാല്യൂ 2 ആണ്. അപ്പോൾ 2-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ നമ്മൾ എഴുതിയത് x2 എന്നാണ്. ആൻഡ് ദെൻ കൺസിഡർ ദിസ് 4, മൂന്നാമത്തെ ഐഗൺ വാല്യൂ 4 ആണ്. അപ്പോൾ 4-ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് x3 ആണ്. സോ റൈറ്റ് ദിസ് x1, x2, x3 ആസ് ദി കോളംസ് ഓഫ് P എന്ന് പറയാം. അപ്പോൾ x1 എന്ന് പറയുന്നത് എന്തായിരുന്നു? 0, -1, 1 എന്ന് പറയുന്നതാണ് x1. ആൻഡ് x2 എന്ന് പറയുന്നത് 1, 1, -1 ആണ്. x3 എന്ന് പറയുന്നത് 3, 5, 1 ആണ്. അപ്പോൾ നമുക്ക് മെട്രിക്സ് P കിട്ടി. അപ്പോൾ സ്റ്റെപ്പ് 2 കഴിഞ്ഞു, Dയും Pയും നമുക്ക് കിട്ടി എന്നുള്ളതാണ്, അല്ലേ? ഇനി മൂന്നാമത്തെ ഡയഗണലൈസേഷൻ. അപ്പോൾ ഇത് നമുക്ക് എല്ലാം അറിയാം, A അറിയാം, P അറിയാം, P ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണോ വേണ്ടെന്നുള്ള ചോദ്യമുണ്ട്, അവിടെ നിൽക്കട്ടെ. ആൻഡ് ദെൻ D, അതാണ്. അപ്പോൾ സ്റ്റെപ്പ് 3-ലാണ് നമ്മൾ ഡയഗണലൈസ് ചെയ്യുക. ഓക്കെ,
സ്റ്റെപ്പ് 3-ൽ വി ഡയഗണലൈസ്. ഡയഗണലൈസ് എന്ന് വെച്ചാൽ ഇത്രയും ചെയ്താൽ മതി. പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി എന്ന് എഴുതിയാൽ മതിയോ. അപ്പോൾ നമ്മുടെ പി എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ എഴുതാം. പി എന്ന് പറയുന്ന മെട്രിക്സ് നമ്മളിപ്പോൾ എഴുതിയല്ലോ. 0, -1, 1, 1, 1, -1, 3, 5, 1. ഓക്കെ, ഇതാണ് പി എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ പി ഇൻവേഴ്സ് ആണ്. ദെൻ വി റൈറ്റ് ദ മെട്രിക്സ് എ 2, 1, 1, 1, 3, 2, -1, 1, 2 ടൈംസ് പി. പി എന്ന് പറയുന്ന മെട്രിക്സ് വീണ്ടും 0, -1, 1, 1, 1, -1, 3, 5, 1. ഇതാണ് പി, വിച്ച് ഇസ് ഈക്വൽ ടു ഡി. ഡി എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എഴുതിയായിരുന്നു. അതായത് 1, 0, 0, 0, 2, 0, 0, 0, 4. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഗണലൈസബിൾ ഫോം എന്ന് പറയുന്നത്. ഇതാണ് ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡയഗണലൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കിത് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ അത്രയും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയും എഴുതി വെച്ചാൽ തന്നെ ആക്ച്വലി വി ഹാവ് ഡയഗണലൈസ്ഡ് ദിസ് മെട്രിക്സ്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടാണ് ചെയ്തതെങ്കിൽ ഇത് തന്നെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയഗണലൈസേഷൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിനകത്ത് പുതിയതായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല അല്ലേ. See what we do. In addition, we need to find two matrices D and P. അപ്പോൾ D എന്ന് പറയുന്ന ഐഗൺ വാല്യൂസ് ഡയഗണൽ എൻട്രീസ് ആയിട്ട് എഴുതുക. P എന്ന് പറയുന്ന ഐഗൺ വെക്ടേഴ്സ് ഒക്കെ കോളംസ് ആയിട്ട് എഴുതുക. അത് ഈ ഓർഡറിൽ എഴുതണമെന്ന് മാത്രം. 1 ഫസ്റ്റ് എഴുതിയാൽ അതിൻ്റെ ഐഗൺ വെക്ടർ ആദ്യം എഴുതണം. 2 രണ്ടാമത് എഴുതിയാൽ അതിൻ്റെ രണ്ടാമത് എഴുതണം. 4 മൂന്നാമത് എഴുതിയാൽ മൂന്നാമത്തെ ഇങ്ങനെ എഴുതാം. ആ ഓർഡറിന് മാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് P എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ ഇത് രണ്ടും എഴുതുക, ഈ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് ഡയഗണലൈസബിൾ അല്ലെങ്കിൽ ഡയഗണലൈസേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഇനി നമുക്ക് ഓക്കെ, ഐ വിൽ ഷോ യു ജസ്റ്റ് 2 more questions. രണ്ടും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. Question 2. Again, diagonalize മെട്രിക്സ് ഇതാണ്. ഈ പ്രോബ്ലം നമ്മൾ ഓൾറെഡി വീഡിയോയ്ക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 2, 1, 1, 1, 2, 1, 0, 0, 1. ഇതാണ്. അപ്പോൾ as I mentioned in the previous problem, finding the eigenvalues and eigenvectors are the first step. So here we find, since we have done this question already, I am just quoting those eigenvalues and eigenvectors here. Okay, so these are the eigenvectors. Actually, when you diagonalize, after finding all the eigenvalues and eigenvectors, it is better to write all the eigenvalues and eigenvector bases like this. Okay, so that it would be easier to write D and P. Okay, so here the eigenvalues are, we have already done that. Eigenvalues are 3 and 1 is a repeated eigenvalue, 1, 1. ഇങ്ങനെ നമുക്ക് കിട്ടിയത് 3 and 1, 1. ഈ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് we got the eigenvector, we call that as x1 and that was 1, 1, 0. Okay, ഈ 1, 1 കറസ്പോണ്ടിങ് ആയിട്ട് actually we got two eigenvectors, two eigenvector bases, right? -1, 1, 0, and we got one more, that is x3, that is -1, 0, 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഐഗൺ വാല്യൂസും കിട്ടി, ഐഗൺ വെക്ടർ ബേസസും കിട്ടി, എല്ലാം നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ഡയഗണലൈസബിൾ ആണോ ചെക്ക് ചെയ്യാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇത് 3x3 മെട്രിക്സ് ആണ്. ഇവിടെ 3 വെക്ടേഴ്സ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ 3 എണ്ണം ഉണ്ടല്ലോ, x1, x2 ആൻഡ് x3. ഇത് 3 എണ്ണം ഉണ്ടെങ്കിൽ തീർച്ചയാണ് ഇത് ഡയഗണലൈസബിൾ ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ഡി, റൈറ്റ്? അപ്പോൾ എന്താണ് ഡി എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി എന്ന് പറയുന്ന ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. അതിൻ്റെ ഡയഗണൽ എൻട്രീസ് ഐഗൺ വാല്യൂസ് ആണ്. അപ്പോൾ 3, 0, 0, 0, 1 റിപ്പീറ്റേഷൻ ആണ്, 0, 1, 0, 0, 0, 1. അപ്പോൾ ഇതാണ് ഡയഗണൽ മെട്രിക്സ്. ആൻഡ് ദെൻ വി റൈറ്റ് പി എന്ന് പറയുന്നത് x1, x2, x3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം വരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് x2ഉം x3 അല്ലേ. അപ്പോൾ വേണമെങ്കിൽ എനിക്കിത് ഈ x2, x3 എന്ന് വേണമെങ്കിൽ എഴുതാം, തിരിച്ചു എഴുതാം. വേണമെങ്കിൽ എനിക്ക് x3, x2 എന്ന് എഴുതാം. രണ്ടും എഴുതിയാലും തെറ്റൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാനിപ്പോൾ ഓർഡറിൽ തന്നെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ
x1 x1ന്റെ നിർബന്ധമാണ്. അത് നമ്മളിവിടെ 3 എഴുതിയിരിക്കുന്നതുകൊണ്ട് x1ന്റെ ആദ്യം എഴുതണം. x1ന്റെ ഐഗൺ വെക്ടർ നമുക്ക് കിട്ടിയത് 1 1 0 ആണ്. x2ന്റെ കിട്ടിയത് -1 1 0 ആണ്. and x3 is -1 0 and 1. All right, so this is what P is. Okay, now we are going to diagonalize, and this is what the formula: P inverse AP is equal to D. Okay, that implies substitute P, and P is 1 1 0 -1 1 0 -1 0 1 inverse, and you write the matrix A as 2 1 1 1 2 1 0 0 1. A again, once again you write P, so 1 -1 -1 1 1 0 0 0 1, which is equal to D, 3 0 0 0 1 0 0 0 1. That's it. So that is the diagonalization of that matrix. Okay. All right. Okay, ഇതുപോലെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ആദ്യത്തെ നമ്മൾ ഈ രണ്ട് ചെയ്ത നമ്മൾ 3 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് ചെയ്തല്ല. അപ്പോൾ 2 ക്വസ്റ്റ്യനും നമുക്കിപ്പോൾ ഡയഗണലൈസബിൾ ആണെന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഗെയിൻ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ചെക്ക് വെദർ, okay, let me rewrite the question. Okay, diagonalize if possible. Okay, see, not all matrices are diagonalizable. Okay, there are some matrices which are not diagonalizable. Okay, so here this is the question, and this problem also have been this one was also discussed in the previous video, like as the third question: 1 1 1 0 2 1 and 0 0 2. Okay, ഇതാണ് നമ്മുടെ പ്രോബ്ലം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻസറിലേക്ക് പോകുമ്പോൾ, as the first step, we are supposed to find all the eigenvalues and eigenvector bases. Okay, so eigenvector basis. So here the eigenvalues were 1 and 2 is a repeated eigenvalue, 1 2 2. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഐഗൺ വാല്യൂ കിട്ടിയിരുന്നു, അത് 1 0 0 ആണ്. Okay, eigen vector actually in fact we got only 1 1 1 0, right? See, though this 2 is a repeated eigenvalue, we got only one eigenvector here corresponds to this 2. Okay, which means total we could find only 2 eigenvector bases here, but this one is a 3 by 3 matrix. This one is a 3 by 3 matrix. So this matrix is not diagonalizable. അപ്പോൾ ഈ ഡയഗണലൈസ് ചെയ്യാൻ പറ്റുന്ന മിനിമം ക്രൈറ്റീരിയ ഇതാണ്. ഇവിടെ നമുക്ക് 3 എണ്ണം ഇതുപോലെ സെപ്പറേറ്റ് x1 x2 x3 കണ്ടുപിടിച്ചാലേ ഒരു 3 by 3 matrix നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഡയഗണലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. therefore നമുക്ക് ഇങ്ങനെ പറയാം, അതായത് since there are only two eigenvector basis എന്ന് പറയുന്നതിൽ നല്ലൊരു ക്ലാസിക്കൽ ടൈം ഉണ്ട്. only two linearly independent, അതായത് ഒന്നൊന്നിന്റെ മൾട്ടിപ്പിൾ അല്ല എന്നാണ് ഉദ്ദേശിക്കുക കേട്ടോ. only two linearly independent eigenvectors, ഈ വെക്ടർ ബേസിസ് ചേർക്കണ്ട, eigenvectors. since there are only two linearly independent eigenvectors, okay, A is not diagonalizable. A is not diagonalizable. Okay, അപ്പോൾ ഇതാണ് 3 പ്രോബ്ലംസ്. Okay, so നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ 3 ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ആണ്. we got 3 different eigenvectors and we could find D and P, so that matrix was diagonalizable. And the second one again, we got only 2 distinct eigenvalues. One was repeated, but still we got 3 different distinct linearly independent eigenvectors, so we could find D and P. Therefore the second one was also diagonalizable. But the third one, there were only 2 distinct eigenvalues. Among those, one was repeated, but unfortunately we got only 2 eigenvectors, linearly independent eigenvectors. Therefore the third one is not diagonalizable. Hope you get the idea. But diagonalizable എന്ന് പറയുന്നത് ഒരു
ഐ മീൻ ഒരു വലിയ പ്രശ്നമുള്ള പ്രോബ്ലം അല്ല, കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല അല്ലേ. ദ പ്രൈം പാർട്ട് ഈസ് ടു ഫൈൻഡ് ദ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ്. ഓക്കെ, സോ ഫസ്റ്റ് ദാറ്റ് പാർട്ട് ഷുഡ് ബി ക്ലിയർ. അത് കണ്ടുപിടിക്കാൻ അറിയണം. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള പോർഷനേ അല്ല. ഓക്കെ ഓക്കെ അപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഒരു മെട്രിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഡയഗണലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഇതിൻ്റെ ഐഗൺ വാല്യൂസ് ഐഗൺ വെക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. ഓക്കെ, സോ characteristic equation is lambda cube minus trace of a lambda square plus m11 plus m22 plus m33 times lambda minus determinant of a equal to 0 എന്നുള്ളതാണ്. പിന്നെ അത് ഓരോ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. സോ trace of a is the sum of the eigen values minus 2 plus 1 plus 0 minus 1 എന്ന് കിട്ടും. then m11 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളോ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ അത് 0 minus 12 എന്ന് കിട്ടും. m22 സെക്കൻഡ് റോയും സെക്കൻഡ് കോളും കളയാൻ ബാക്കി വരുന്ന ഡിറ്റർമിനൻ്റ് 0 minus 3 എന്ന് കിട്ടും. then m33 എന്ന് പറയുന്നത് തേർഡ് റോയും തേർഡ് കോളും കളഞ്ഞിട്ടുള്ള ഡിറ്റർമിനൻ്റ്. സോ -2 -4 -6 എന്ന് കിട്ടും. അപ്പോൾ ഇത് മൂന്നും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ m11 പ്ലസ് m22 പ്ലസ് m33 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 പ്ലസ് 3 15 പ്ലസ് 6 -21 എന്നാണ് കിട്ടുക. ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ദ ഡിറ്റർമിനൻ്റ് ഓൾസോ, ദാറ്റ് ഈസ് -2 ടൈംസ് 0 minus 12, again -2 times 0 minus 6, again -3 times -4 plus 1 ആണ് കിട്ടുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 24 then plus 12 then -4 plus 1 -3 ആണ്. -3 times -3 plus 9 എന്ന് കിട്ടും. ഓക്കെ, സോ 24 plus 12 36 plus 9 45 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ വേണ്ട വാല്യൂസ് എല്ലാം ആയിട്ടുണ്ട്. ഈ വാല്യൂസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇസ് -1, സോ പ്ലസ് 1 ലാംഡ സ്ക്വയർ. ഇത് മൂന്നും കൂടി സം ചെയ്യുമ്പോൾ m11 പ്ലസ് m22 പ്ലസ് m33 ആണ് നമുക്ക് -21 ലാംഡ എന്ന് കിട്ടിയത്. then determinant is 45 is equal to 0, and this is what our characteristic equation is. Now using calculator we need to find all the eigenvalues. Lambda is equal to, okay, and let's see how to find the eigenvalues using calculator. So here is a calculator. Press on mode and click on 5 equation. Now third degree equation ആണ്. press 4 values കൊടുക്കണം. ലാംഡ ക്യൂബിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, which is equal to ലാംഡ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ആൻഡ് ലാംഡയുടെ കോഎഫിഷ്യൻറ്റ് -21 ആണ്, and d is -45 equal to. അപ്പോൾ values enter ചെയ്ത് കഴിഞ്ഞു. just press equal to and you will get x1 is equal to 5, and that is one of the eigenvalues. 5 is an eigenvalue, and again press equal to and you will get the second eigenvalue as -3, and again plus equal to. Okay, so we got only 2 eigenvalues അല്ലെ, 2 eigenvalues നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അതിനർത്ഥം മൂന്നാമത്തെ eigenvalue നമ്മൾ കണ്ടുപിടിക്കണമെന്നാണ്. അതായത് ഇതിനുള്ളിലുള്ള ഏതോ ഒരെണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഏതോ ഒരു eigenvalue റിപ്പീറ്റഡ് ആണ്, അത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മളൊരു മെത്തേഡ് പറഞ്ഞായിരുന്നു. മൂന്നാമത്തെ eigenvalue നമ്മളൊരു എക്സ് എന്ന് വിളിച്ചാൽ ട്രേസ് ഓഫ് എ, നമ്മളത് മൂന്നും സം ചെയ്യുന്നു എന്ന് വിചാരിക്കാം. 5 -3 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ട്രേസ് സം ഓഫ് ദി eigenvalues എന്ന് പറയുന്നതാണ് ട്രേസ്. ട്രേസ് നമുക്ക് -1 എന്നാണ് കിട്ടിയിരിക്കുക. അപ്പോൾ 5 -3 എന്ന് പറയുന്നത് 2 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു -1 ആണ്, ഓർ എക്സ് ഇസ് ഈക്വൽ ടു -3 ആണ്, ആൻഡ് therefore the repeated eigenvalue is -3. അപ്പോൾ നമുക്ക് eigenvalues മൂന്നും കിട്ടി. സോ ലാംഡ is equal to 5 -3
ആൻഡ് -3. ഇതാണ് നമ്മുടെ ഐഗൺ വാല്യൂസ്. ഓക്കെ, പിന്നെ ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പം അതിന് ഫസ്റ്റ് വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 5, ഓക്കെ, a മൈനസ് 5i എന്ന് പറയുന്ന മെട്രിക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. a മൈനസ് 5i. അപ്പോൾ a മൈനസ് 5i എന്ന് പറയുമ്പോൾ നമ്മുടെ മെട്രിക്സ് ഇതാണ്. -2 -5 -2 -5 ഡയഗണൽ എൻട്രീസിൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യണം. -2 -5 then 2 -3 then 2 1 -5 and -6 and then -1 -2 and 0 -5. Okay, matrix simplify ചെയ്യാം. You will get -7 2 -3 2 -4 -6 -1 -2 and -5. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെട്രിക്സ് എന്ന് പറയാം. ഇത് നമുക്ക് ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞായിരുന്നു. ഏതെങ്കിലും 2 റോ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ R2 R3 ആണ് എടുക്കുന്നതെങ്കിൽ 2 -4 -6 and -1 -2 -5. ഓക്കെ, സോ x by equal to -y by is equal to z by. x by എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോളം കണ്ട് ബാക്കിയുള്ള ഡിറ്റർമിനന്റ്. അപ്പോൾ -5 times -4 20 -12 എന്ന് കിട്ടും. then -y by സെക്കൻഡ് കോളം കളയാം. then 2 times -5 -10 -6 എന്ന് കിട്ടും. and third one z by ലാസ്റ്റ് കോളം കളഞ്ഞിട്ട് 2 times -2 -4 -4 എന്നാണ് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x by 28 is equal to -y by -16 is equal to z by -8 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാമല്ലോ. ഇതൊരു മൈനസ് അല്ലെങ്കിൽ 8 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ x by 1 is equal to മൈനസ് ഇത് പ്ലസ് ആവും. സോ y by 2 is equal to z by -1 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഐഗൺ വെക്ടർ കിട്ടി. 1 2 -1 ആണ് നമ്മുടെ ഐഗൺ വെക്ടർ എന്ന് പറയാം, ഐഗൺ വെക്ടർ ബേസിസ്. ഓക്കെ, സോ ഐഗൺ വെക്ടർ ബേസിസ് ഒരെണ്ണത്തിന് x1 എന്ന് വിളിക്കാം. നമുക്ക് കിട്ടിയ വെക്ടർ ഇതാണ് 1 2 -1 1 2 -1. ഓക്കെ, ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഒരെണ്ണം കണ്ടുപിടിച്ചുള്ളൂ. ലാംഡ ഈക്വൽ ടു 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടുപിടിച്ചിട്ടുള്ളൂ. അടുത്ത് -3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, സോ വെൻ ലാംഡ ഈസ് ഈക്വൽ ടു -3, വാട്ട് ഈസ് a -3 അല്ലേ? അപ്പോൾ a + 3i ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ദ മെട്രിക്സ്. -2 + 3 -2 + 3 and 2 -3 then 2 1 + 3 and -6 then -1 -2 0 + 3. ഇതാണ് നമ്മുടെ മെട്രിക്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 2 -3 and 2 4 -6 then -1 -2 3. ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ മുമ്പേ പറഞ്ഞ പോലെ 3 റോസ് ഏതെങ്കിലും 2 റോസ് എടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് ആദ്യം R1ഉം R2 എടുക്കുന്നതെന്ന് വിചാരിക്കും. R2 R3 എടുക്കുക ആദ്യം അല്ലേ. അപ്പോൾ 2 4 -6 -1 -2 3 ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ, ഇത് രണ്ടെണ്ണം എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് മാറ്റിക്കളഞ്ഞാൽ എന്ത് കിട്ടും? ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. സോ x by 12 -12 0 എന്ന് കിട്ടും. ദെൻ y by ഇത് മാറ്റിക്കഴിഞ്ഞാൽ 6 -6 അതും 0 എന്ന് കിട്ടും. z by ലാസ്റ്റ് കോളം മാറ്റിയാൽ അതും 0 എന്ന് കിട്ടും. അപ്പോൾ 3ഉം 0 0 0 ആയി. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ ഈ പോസിബിലിറ്റി നമുക്കില്ല. സെക്കൻഡ് തേർഡ് എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ 1ഉം 2 എടുത്താൽ 1ഉം 2 എടുക്കാൻ നോക്കാം. അപ്പോൾ 1 2 -3 2 4 -6
ഇതിപ്പോൾ സെക്കൻഡും തേർഡും ആണ്, ഇത് 1ഉം 2ഉം എടുത്തിരിക്കുക. അപ്പോഴും എനിക്ക് കിട്ടുക x/0 ഈക്വൽ ടു y/0 ഈക്വൽ ടു z/0 എന്ന് കിട്ടും. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും പോസിബിൾ അല്ല. അപ്പോൾ മൂന്നാമത്തെ ചോയ്സ് എടുക്കണം. മൂന്നാമത്തെ ചോയ്സ് 1ഉം 3ഉം ആണ് അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് എടുക്കേണ്ട കാര്യമില്ല, കാരണം രണ്ടും ഒന്ന് തന്നെ അല്ലേ നോക്കിയാൽ 1 2 -3 ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആയാലും നമുക്ക് 1 2 -3 തന്നെ കിട്ടുക. അപ്പോൾ സെയിം റോ ആണ്. അപ്പോൾ അങ്ങനെ എടുത്താലൊക്കെ നമുക്ക് എന്ത് തന്നെ കിട്ടുക? ഇപ്പോൾ 0 തന്നെ കിട്ടും. അപ്പോൾ അത് പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പറഞ്ഞു ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം? ഒരു നോൺ സീറോ റോ മാത്രം എടുത്തിട്ട് തിരിച്ച് ഇക്വേഷൻ ആയിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം. അതായത് ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. സോൾവ് ഏതാണ് 1 2 -3 ദാറ്റ് ഈസ് x plus 2y minus 3z equal to 0. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഒരു ഇക്വേഷൻ 3 വേരിയബിൾ ആണുള്ളത്, രണ്ടെണ്ണത്തിന് ആർബിട്രറി ചോയ്സ് കൊടുക്കുക. ഓക്കെ, സോ പുട്ട് y is equal to a and z is equal to b. അപ്പോൾ x എന്ന് പറയുന്നത് -2y plus 3z എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് -2a plus 3b എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ എഴുതുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം, x y z എന്ന് എഴുതും. റൈറ്റ്? അപ്പോൾ x എന്ന് പറയുന്നത് -2a plus 3b എന്ന് എഴുതും x. y എന്ന് പറയുന്നത് a ആണ്, z എന്ന് പറയുന്നത് b ആണ്. റൈറ്റ്? അപ്പോൾ നമുക്ക് ഇതിനെ ഒരു a plus 0b എന്നും ഇവിടെ ഒരു 0a plus b എന്നൊക്കെ നമുക്ക് ഇതിനെ എഴുതാം. എന്നിട്ട് ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. a ടൈംസ് a എടുത്തിട്ട് എയുടെ കോഎഫിഷ്യൻസ് എല്ലാം എഴുതാം. -2 1 0 പ്ലസ് b ടൈംസ് 3 0 1 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഐഗൺ വെക്ടേഴ്സ് കിട്ടി. ഇതുമാണ് നമ്മുടെ ഐഗൺ വെക്ടേഴ്സ് എന്ന് പറയാം. ശരിയല്ലേ? അപ്പോൾ ഇത് ഒരെണ്ണത്തിന് ഐഗൺ വെക്ടർ ബേസിസ് നമുക്കിപ്പോൾ എഴുതാം. ഒരെണ്ണത്തിന് x2 എന്ന് വിളിക്കാം. ഫസ്റ്റ് വൺ x2 എന്ന് വിളിക്കാം. അതെന്ന് പറയുന്നത് -2 1 0 ആണ്. രണ്ടാമത്തേതിനെ x3 എന്ന് വിളിക്കാം. x3 is 3 0 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ആയി അല്ലേ? അപ്പോൾ നമുക്കിതൊന്ന് ഫൈനൽ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടർ ബേസിസും നമുക്കിവിടെ എഴുതേണ്ടി വരും. അപ്പോൾ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഐഗൺ വാല്യൂസാണ് കിട്ടിയത്. റൈറ്റ്? ഫസ്റ്റ് 5 ആണ് കിട്ടിയത്. 5ന്റെ ഐഗൺ വെക്ടർ 1 2 -1 ആയിരുന്നു. 5 1 2 -1 ഇതാണ് x1. ആൻഡ് ദെൻ -3 എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം റിപ്പീറ്റഡ് ആണ്. പക്ഷെ അപ്പോഴും നമുക്ക് രണ്ട് ഐഗൺ വെക്ടർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. x2 is equal to -2 1 0 and x3 is equal to x3 എന്ന് പറയുന്നത് 3 0 1 എന്ന് കിട്ടും. 3 0 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഡയഗണലൈസബിൾ ആണെന്ന് പറയാം. 3x3 മെട്രിക്സ് ആണ്. നമുക്ക് 3 വെക്ടേഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഡയഗണലൈസബിൾ ആണ്. അപ്പോൾ നമ്മൾ D എന്ന് പറയുന്ന മെട്രിക്സ് എഴുതാം. D എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് 5 0 0 0 -3 0 0 0 -3 ആണ്. And we can write the matrix P also. ഓർഡറിൽ തന്നെ എഴുതണം. 1 2 -1 -2 1 0 and 3 0 1 ഇങ്ങനെ എഴുതാം. ആൻഡ് ഡയഗണലൈസ്ഡ് ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? P ഇൻവേഴ്സ് AP is equal to D എന്നായിരിക്കും. ഓക്കെ, ഇങ്ങനെ എഴുതാം. അപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ മെട്രിക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി പറയാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഡയഗണലൈസ് ചെയ്തു അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ a⁴ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. എങ്ങനെയാണ് നമ്മൾ a⁴ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് a⁴ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡയഗണലൈസേഷൻ രണ്ട് തരത്തിൽ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, P ഇൻവേഴ്സ് AP ഈക്വൽ ടു D എന്ന് എഴുതാം, ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ നമുക്ക് എഴുതാം A ഈസ് ഈക്വൽ ടു P D P ഇൻവേഴ്സ് എന്ന് എഴുതാം. ഇതിനകത്ത് നമുക്ക് ഈ എയുടെ പവർ ഒക്കെ കണ്ടുപിടിക്കാനുള്ള സൗകര്യം ഏതായിരിക്കും? ഇങ്ങനെ എഴുതുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, അപ്പോൾ a⁴ എന്തായിരിക്കും? a⁴ is equal to Pക്ക് ചേഞ്ച് ഒന്നുമില്ല, ഇത് d⁴ ആവും,
ഇത് പി ഇൻവേഴ്സും ആവും. ഓക്കെ, ഞാൻ മെട്രിക്സുകൾ ഇവിടെ ഒന്ന് എഴുതാം റൈറ്റ് സൈഡിൽ. ഓക്കെ, അപ്പോൾ ഡി എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് ആണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ഡി എന്ന് പറയുന്നത് 5 0 0 0 -3 0 0 0 -3 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും d to the power 4 എന്താവും അറിയാമോ? ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ റേസ് ടു 4th പവർ എടുത്താൽ മതിയോ. അതായത് 5 to the power 4 എന്ന് വെച്ചാൽ 5 to the power 4 എത്രയാണ്? 5 to the power 4 കാൽക്കുലേറ്റർ ചെയ്ത് കണ്ടുപിടിച്ചാലും മതിയാവും. 625 എന്നാണ് കിട്ടുക. 625 0 0 0 then -3 to the power 4 81 എന്ന് കിട്ടും. അതുപോലെ 0 0 -3 all to the power 4 അതും എത്ര കിട്ടും? 81 എന്ന് കിട്ടും. അപ്പോൾ d to the power 4 നമുക്ക് കിട്ടി. അപ്പോൾ a to the power 4 കാണാൻ എന്താ ചെയ്യേണ്ടത്? p എന്ന് പറയുന്ന മെട്രിക്സ് എഴുതണം. ഓക്കെ, p എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. 1 -2 3 then 2 1 0 and -1 0 1 -1 0 1. Okay, inverse then d to the power 4 625 0 0 0 81 0 0 0 81 times and then p. Sorry, ഇത് p ആണ്, p inverse അല്ല, ഇത് p. Okay, p inverse ഇവിടെ എഴുതണം. അപ്പോൾ 1 -2 3 2 1 0 -1 0 1 ഇൻവേഴ്സ് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇൻവേഴ്സ് ഓഫ് ദിസ് മെട്രിക്സ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാലേ നമുക്കിനി അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഇനി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പി ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഇൻവേഴ്സ് മെട്രിക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായിരിക്കും എളുപ്പമെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാനിവിടെ പറയാം. അപ്പോൾ കാൽക്കുലേറ്റർ എടുക്കുക. ഓക്കെ, മോഡിൽ പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് മെട്രിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, 6th one. അപ്പോൾ മെട്രിക്സ് കിട്ടി. അപ്പോൾ നമുക്ക് 3 മെട്രിക്സ് ആണ് ഇതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉള്ളൂ. അപ്പോൾ മെട്രിക്സ് എ ബി സി 3 മെട്രിക്സുകൾ നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ മെട്രിക്സ് എ എന്ന് പറഞ്ഞെടുക്കുക അതിന് 1. അപ്പോൾ മെട്രിക്സ് എയിലേക്കാണ്, അപ്പോൾ എയിലേക്കാണ് ഞാനിപ്പോൾ മെട്രിക്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെട്രിക്സ് എ, അപ്പോൾ മെട്രിക്സ് എ ഡയമെൻഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3x3 മെട്രിക്സ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ മെട്രിക്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ പി എന്ന് പറയുന്ന മെട്രിക്സ് ആണ് നമ്മൾ എ ആയിട്ട് എടുത്തിരിക്കുക. അപ്പോൾ 1 equal to then -2 equal to then 3 equal to then 2 equal to then 1 equal to 0 equal to then -1 equal to 0 equal to and 1 equal to. അപ്പോൾ നമ്മൾ മെട്രിക്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ മെട്രിക്സ് ഇത് ഇപ്പോൾ ഓൾറെഡി സേവ്ഡ് ആണ്. മെട്രിക്സ് ഇതിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ദെൻ പ്രസ് ഓൺ. ഓക്കെ, ഇപ്പോൾ നമ്മൾ തിരിച്ച് ഓൾറെഡി മെട്രിക്സ് ഇതിനകത്ത് എൻ്റേഡ് ആണ്. അത് മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കിടപ്പുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 4 എന്ന് പറയുന്ന കീയുടെ മുകളിൽ നിങ്ങൾക്ക് ഒരു മെട്രിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ ഷിഫ്റ്റിൽ പ്രസ് ചെയ്തിട്ട് 4 പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ മെട്രിക്സ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ടാവും. മെട്രിക്സ് എ ബി സി ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് സേവ് ചെയ്തിരിക്കുന്ന മെട്രിക്സ് എയിലാണ് നമ്മൾ മെട്രിക്സ് സേവ് ചെയ്തിരിക്കുക. അപ്പോൾ 3ൽ പ്രസ് ചെയ്യാം. അപ്പോൾ മെട്രിക്സ് എ എന്ന് വന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, എക്സ് ഇൻവേഴ്സ്. ഇതിൽ പ്രസ് ചെയ്യാം. അപ്പോൾ മെട്രിക്സ് എ ഇൻവേഴ്സ് കിട്ടി. അപ്പോൾ ഇത് ഇനി ഈക്വൽ ടു പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ഞാനിവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ വാല്യൂസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സി ഇതിനകത്ത് നമ്മൾ ഈ റൈറ്റ് ലെഫ്റ്റ് ആരോ മാർക്സ് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ വാല്യൂസ് നമുക്ക് ഇങ്ങനെ കിട്ടും. അത് ഇവിടെയായിട്ട് ഇത് ഡെസിമലിലും തന്നിട്ടുണ്ടാവും, അതുപോലെ ഫ്രാക്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് 1/8, അതുപോലെ 1/4, മുകളിലേക്ക് താഴേക്ക് മുകളിലേക്ക് പോയാൽ ഇത് 1/2 അങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ ആ വാല്യൂസ് ആണ് പി ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് പി ഇൻവേഴ്സ്. ഇനി ഈ 3 മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴായിരുന്നു നമുക്ക് എന്ത് കിട്ടുക? a to the power 4 കിട്ടും. ആ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരും. റോ കോളം വെച്ചിട്ട് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യം ഈ 2 മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും, കാരണം 625 എന്ന് പറയുന്നത് ഡയഗണൽ എൻട്രീസ് ആണ്. അപ്പോൾ 625 × 1/8 മാത്രമേ ഇവിടെ വരുള്ളൂ. ബാക്കി എലമെന്റ്സ് എല്ലാം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും. ഈ ഒരു എലമെന്റ് മാത്രം, ഈ ഡയഗണൽ എൻട്രീസ് മാത്രമേ ഇവിടെ മാറിയിട്ടുണ്ടാവും. ആ കിട്ടുന്ന ആൻസറും
ഈ മെട്രിക്സും കൂടി വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ a to the power 4 എന്ന് പറയും. സോ ഡു ദാറ്റ് ആസ് എ ഹോംവർക്ക്. നമ്മൾ ജസ്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബാക്കി കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് ഇതിൽ ചെയ്യാം. ഓക്കെ, ആൻഡ് ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ പ്രോബ്ലം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ ക്വസ്റ്റൻ ആണ്. അതായത് സി ഇതൊരു വലിയ ക്വസ്റ്റൻ ആണ്. സി ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദി ഐഗൺ വാല്യൂസ് ആൻഡ് ദെൻ ഐഗൺ വെക്ടേഴ്സ്, right? All the eigenvalues and eigenvectors. That itself is a big problem, right? And then you diagonalize it, dp. Okay, അപ്പോൾ diagonalize വരെ ഉള്ളെങ്കിൽ it's enough to write all these up to here. ഓക്കെ, ഇനി അതിനുശേഷം ഏതെങ്കിലും എയുടെ പവർ കണ്ടുപിടിക്കാനെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ബാക്കിയുള്ള ഈ പോർഷൻസ് കണ്ടുപിടിച്ചാൽ മതിയാവും. ഓക്കെ, സോ I think with this we can wind up the session. Okay, yeah, see you then, take care.